Good morning. സ്നേഹമുള്ളവരെ, ഏറ്റവും പരിശുദ്ധമായ ഈ നല്ല ദിനം, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മാതൃദിനമാണ്. അമ്മമാരെ ഓർക്കാത്തവരാരും കാണില്ല. അമ്മമാരുടെ സ്നേഹത്തിൻ്റെ അതനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഈ അമ്മമാരെ പ്രത്യേകം സ്നേഹത്തോടെ അൾത്താരയിൽ ഓർക്കുന്ന ഈ നല്ല ദിവസം നമ്മുടെ പുതിയ ദേവാലയത്തിന് കല്ലിടുന്നു എന്നത് ഒരു അനുഗ്രഹപ്രദമാണ്. കാരണം അമ്മമാരുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരുപാട് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. കഴിഞ്ഞ 2 വർഷമായി നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ നല്ല ദിവസം വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മളെ സ്നേഹിച്ച, നമ്മളെ ഊട്ടി വളർത്തിയ അമ്മമാരെ നമുക്കൊരു നിമിഷം ഓർക്കാം. ചിലർ മരണമടഞ്ഞിട്ടുണ്ട്, ചിലർ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന അമ്മമാർ 25 വർഷം പിന്നിടുകയാണ്. ജൂബിലി വർഷത്തിനാണ് പിതാവ്. വലിയ ആഘോഷമൊന്നും നമ്മൾ നടത്തുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിതാവ് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന അതൊരു കൃതജ്ഞതയുടെ ബലിയായി നമുക്ക് സമർപ്പിക്കാം. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പിതാവ് കഴിഞ്ഞ 25 വർഷക്കാലം കോട്ടയം രൂപതയ്ക്ക് ജ്ഞാനായ സമൂഹത്തിന് അതുപോലെ തിരുസഭയ്ക്ക് നൽകിയ നന്മകളെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരമായി വളരെ പ്രധാനപ്പെട്ട, വളരെ അനുഗ്രഹീതമാണ്. ഒഫീഷ്യലായി ഈ കുർബാന കഴിയുമ്പോൾ ഇടവക സമൂഹം പിതാവിനെ സ്വാഗതം ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ വികാരി എന്നത് അവർ കൂടെ നിൽക്കുക, അവർക്ക് സപ്പോർട്ട് നൽകുന്നയാൾ മാത്രമാണ്. ഈ ദേവാലയം പണിതുയർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇടവക സമൂഹമാണ്. അതുകൊണ്ട് അവരാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നാമകമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അമ്മമാരെ ഇപ്പോൾ മുന്നോട്ട് വിളിച്ച് ഈ പൂക്കൾ നൽകി അഭിമന്യ പിതാവിനോടൊപ്പം ഫോട്ടോ എടുത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആ പാട്ടിൻ്റെ സമയത്താണ് പൂക്കൾ നമ്മൾ നൽകുന്നത്. തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. വികാരി എന്ന നിലയിൽ കൃത്യമായി ഏറ്റവും ചുരുങ്ങിയ ഇൻഫോർമലായിട്ട് പിതാവിനെ എല്ലാ കർമ്മങ്ങളിലേക്കും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അമ്മമാരായതുകൊണ്ട് അമ്മമാരെ നിങ്ങളെ അൾത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നിങ്ങളുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഞങ്ങൾ കമ്മിറ്റിക്കാർ ആലോചിച്ചപ്പോൾ മറ്റൊരു രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പിതാവ് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് അവരെ ആദ്യം ആദരിച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് കുർബാന തുടങ്ങാം. എനിക്ക് തോന്നുന്നു വളരെ അർത്ഥവത്തായത്. അപ്പം അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എല്ലാ അമ്മമാരും, നമ്മുടെ സിസ്റ്റേഴ്സും അമ്മമാരാണ്. അവർ മറ്റുള്ളവർക്ക് നമ്മുടെ സിസ്റ്റേഴ്സ് അവർ 3 പേരും പറഞ്ഞപ്പോൾ ചെയ്താൽ ഉടുപ്പ് കിട്ടുന്നതിൻ്റെ ദിവസമായിരുന്നു മെയ് 13 ഇന്നലെ. സേവരമ്മ 60 വർഷം പിന്നിട്ടു ഉടുപ്പ്.
അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു മെയ് 13. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മളവരെ ഓർത്ത് നന്ദിയോടെ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് ഞാൻ പിതാവിന് അമ്മമാർക്ക് പൂക്കൾ കൊടുക്കാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. രണ്ടുപേര് നമ്മുടെ ആചാരം അനുസരിച്ച് പിതാക്കന്മാരെ കാണുമ്പോൾ ഈ സമയത്ത് മാതാവിന്റെ മക്കൾ ഭൂമിയടിച്ചിട്ട് സൈഡിൽ നിൽക്കുക കേട്ടോ. തെറ്റിക്കാരൻ അവരെ നിർത്തിക്കും, അറേഞ്ച് ചെയ്ത് നിർത്തിക്കും. എല്ലാ അമ്മമാരും എത്തി വരിക. ഇടയ്ക്കിരിക്കുന്ന അമ്മമാരൊക്കെ എഴുന്നേറ്റ് വരിക.
നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാ അമ്മമാരും കൊണ്ട് ചേർന്നൊക്കെ നടുക്ക് പിതാവും ആലോചിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അതിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുക. എല്ലാവരുടെയും പേരിൽ ഈ മദേഴ്സ് ഡേയുടെ ആശംസകൾ നേരിടും. നല്ലൊരു കൈയടിച്ച് ഹാപ്പി മദേഴ്സ് ഡേ. കൊയർ ആമുഖ ഗാനം പാടുന്നു. ഈ സമയത്ത് കാർമ്മികര് തിരുവസ്ത്രങ്ങൾ അണിയുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് ഒരു ആമുഖ ഗാനം 2-3 മിനിറ്റ് ഉണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് സ്വസ്ഥാനങ്ങളിലിരിക്കാം. കമ്മിറ്റിക്കാരെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വോളണ്ടിയേഴ്സ് കുറേയുള്ളവരും ശ്രദ്ധിക്കുക. സീറ്റ് ഫില്ല് ചെയ്യാൻ. കൊയറിന് പാട്ട് ആരംഭിക്കാം. മണിനാദം ഉയരുന്നിതാ ബലിവേദി ഉണരുന്നിതാ നിരനിരയായി ണനായ സമൂഹത്തിന് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്കുടനീളം ഏറെ നന്മകൾ ചെയ്യുന്ന, ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന, ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോഴും തൻ്റെ ജനത്തെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്ന അഭിമന്യ പിതാവിനെ ഈ ജൂബിലി വർഷത്തിൽ പിതാവിനോട് ചേർന്ന് നമുക്ക് ഈ കൃതജ്ഞതാബലി അർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ അമ്മമാരെല്ലാവരും ഈ വിശുദ്ധ അൾത്താരയിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് അവർക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയത് ബാബു കുളങ്ങരയൻ ഫാമിലിയാണ്. ബാബുച്ചൻ പ്രത്യേക നിയോഗത്തോടെ നാളുകൾക്ക് മുൻപേ എന്നെ ഇത് ഓർമ്മപ്പെടുത്തിയതാണ്. ആ കുടുംബത്തെ ഞാൻ പ്രത്യേകമായി ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം എല്ലാ നിയോഗങ്ങളും, നമ്മളെ സ്നേഹിക്കുന്നവർ, ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്തവർ, എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പുതിയ ദേവാലയത്തിൻ്റെ മംഗളകരമായ ഈ നല്ല നിമിഷം ദൈവകൃപ ഈ വിശുദ്ധ കുർബാനയിലൂടെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃതജ്ഞതയുടെ ബലിയിൽ നമുക്ക് പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്തുതി ഗീതം The book of
chapter 52, verses 7 through 12. God bless. How beautiful upon the mountains are the feet of him who brings glad tidings, announcing peace, bearing good news, announcing salvation, and saying to Zion, your God is King. A reading from the book of Ephesians, chapter 2, verses 11 to 22. Christ bless you. You Gentiles by birth, called the uncircumcised by the Jews, who call themselves the circumcised. Remember what you were in the past. At that time, you were apart from Christ. You were foreigners and did not belong to സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ യാചിക്കുന്നത്. നാം പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ അനുസ്മരിക്കുകയുണ്ടായി. മാതൃദിനമായിട്ട് നാം ഇന്ന് ആചരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ചൻ സൂചിപ്പിച്ചതുപോലെ അമ്മയോടുള്ള ബന്ധം ഒരിക്കലും അവസാനിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. വേണ്ട എന്ന് പറഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും വലിച്ചെറിഞ്ഞാലും മുറിഞ്ഞു പോകാത്ത പൊക്കിൾക്കൊടി ബന്ധം ദൈവം അമ്മയും മക്കളും തമ്മിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതൃദിനത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നമുക്കെല്ലാവർക്കും നമുക്ക് ജന്മം നൽകിയ അമ്മമാരെ പ്രത്യേകം അനുസ്മരിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനുമുള്ള അവകാശവും. അതുകൊണ്ട് ഈശോ മിശിഹായാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുന്ന സഭയുടെ കൂട്ടായ്മയിൽ സഭാമാതാവിന്റെ മക്കളായി വളരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈ സുന്ദരമായ സുദിനത്തില് ഈ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ന് വലിയ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതും സന്തോഷത്തോടെ അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാനായിട്ട്, ബലപ്പെടുത്തുവാനായിട്ട് ഈശോ മിശിഹായാകുന്ന മൂലക്കൽമേൽ പണിതുയർത്തപ്പെടുന്ന ക്രൈസ്തവ സമൂഹമായി പരിലസിക്കുവാനായിട്ടുള്ള നമ്മുടെ പ്രയത്നങ്ങളുടെ ഭാഗമായിട്ട് പുതിയ ഒരു ദേവാലയത്തിന് നാം ഇന്ന് അടിസ്ഥാന ശില ഇടുകയാണ്. നിങ്ങളുടെ ഏവരുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും കൂട്ടായ്മയുടെയും ഒക്കെ വലിയ അടയാളമായി ഇവിടെ വളർന്ന് ഉയർന്ന് വരേണ്ട ദേവാലയത്തിന് നാം ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന കരുത്ത് വളരെയേറെ ശക്തമാണ്. മിശിഹായാകുന്ന മൂലക്കല്ലിൽ ഇതാ മിശിഹായുടെ ദൈവത്തിന്റെ ഭവനത്തിന് ഞങ്ങൾ അടിത്തറയിടുന്നു, അടിസ്ഥാനമിടുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത് ആകസ്മികമെന്ന് പറയാൻ പറ്റില്ല. കാരണം ക്രൈസ്തവ ജീവിതം ഒന്നും ആകസ്മികമല്ല, എല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. എങ്കിലും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് മിശിഹ ഇന്ന് നമുക്ക് നൽകുന്ന ഈ തിരുവചനങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിന് എത്രമാത്രം വലിയ ശക്തിയാണ്, പ്രചോദനമാണ്, ആത്മധൈര്യമാണ് നൽകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതെ, നാം ഓരോരുത്തരും ഒന്നിച്ചു ചേർന്ന് മിശിഹായോട് ചേർന്ന് മിശിഹായാവുന്ന ആ മൂലക്കല്ലിന്മേൽ പണിതുയർത്തുന്ന സഭാ സംവിധാനത്തിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ നല്ല ദിവസം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായി ഉണ്ടാകട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ആത്മാർത്ഥമായ പ്രയത്നങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞാൻ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് ഒരു വലിയ തുടക്കമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നാം ഇവിടെ ആരംഭിച്ച ഇടവക ദേവാലയത്തിന് വേണ്ടി ഇവിടെ നടന്ന പരിശ്രമങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടും കൃതജ്ഞതയോടും കൂടി ഓർക്കുകയാണ്. ആ സ്നേഹക്കൂട്ടായ്മ വളർന്ന് പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉയരുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് നടത്തുന്ന പരിശ്രമം ദൈവകൃപയാൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മമാരെ, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. കാരണം അമ്മമാരുടെ ഈ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദേവാലയത്തെ തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ആരംഭം കുറിക്കുക എന്നുള്ളത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ച ഒരു വലിയ കൃപയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മക്കളെ പോറ്റി വളർത്തിയ അമ്മമാർ ഓരോരുത്തരും
ഈ സഭയാകുന്ന കൂട്ടായ്മയിൽ തങ്ങളുടെ മക്കളെ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട്, വളർത്തുവാനായിട്ട് ഈ ഒരു വലിയ സംരംഭത്തിൽ പങ്കുചേരുമ്പോൾ മാതൃദിനത്തിന്റെ മാധുര്യം മുഴുവൻ അതിനോട് ചേർന്ന് പരിലസിക്കുന്നു എന്നുള്ള ഒരു സത്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, പ്രിയ അമ്മമാരെ, നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വലിയ കൂട്ടായ്മയിൽ നിങ്ങൾ നൽകുന്ന സഹകരണം അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന ആ ഒരു വലിയ താല്പര്യം ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഒന്ന് ചേർന്ന് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ആലയം നിർമ്മിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമുക്കറിയാമല്ലോ, എല്ലാ തലമുറയിലും എല്ലാവർക്കും ലഭ്യമാകുന്ന ഒന്നല്ല അത് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത നിശ്ചയിച്ച സമയത്തും കാലത്തും പൂർത്തിയാകേണ്ട ഒരു വലിയ സംരംഭമാണ്. പഴയ നിയമത്തിൽ തന്നെ അതിന് വലിയ ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, ദാവീദ് രാജാവ് ദൈവത്തിന്റെ ആലയം ഉണ്ടാകുന്നത് വരെ എന്റെ ശൈലിയിൽ വിശ്രമിക്കുകയില്ല എന്ന് സത്യം ചെയ്ത രാജാവിനോട് ദൈവം പറഞ്ഞു, നീയല്ല ദേവാലയം പണിയേണ്ടത്, ഞാൻ അതിനു വേണ്ടി നിന്റെ മകനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ദാവീദിന് ശേഷം ദാവീദിന്റെ പുത്രനായ സോളമനാണ് ലോകം കണ്ടതിൽ ഏറ്റവും മനോഹരമായ യെരൂശലേം ദേവാലയം നിർമ്മിച്ചത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഈ തലമുറ അനുഗ്രഹീതമായ തലമുറയാണ്. നിങ്ങൾ ഒരു ദേവാലയ നിർമ്മാണത്തിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ്. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ചേർന്ന് കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ ദൈവഭവന നിർമ്മാണത്തിലെ പങ്കാളികളാവുക. മനുഷ്യർക്ക് അസാധ്യമായ ഒന്നാണ് ദൈവത്തിന് ഭവനമുണ്ടാക്കുക എന്നുള്ളത്. അത് യെരൂശലേം ദേവാലയത്തിന്റെ വിശുദ്ധീകരണ സമയത്ത് സോളമൻ രാജാവ് തന്നെ പറയുന്നുണ്ട്. അതെ, ദൈവഭവനം ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യർക്ക് അസാധ്യമായ കാര്യമാണ്. എന്നാൽ മനുഷ്യന്റെ സഹകരണത്തോടെ, ദൈവത്തിന്റെ കൃപയോടെ മനുഷ്യൻ നിർമ്മിക്കുന്ന ഭവനങ്ങളിൽ വസിച്ചുകൊണ്ട് മനുഷ്യരെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ദൈവം മനസ്സാകുന്നു. അതാണ് ദേവാലയ നിർമ്മാണത്തിന് നമുക്ക് നൽകപ്പെടുന്ന വലിയ പ്രചോദനം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ടവരുമാണ്. നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇടവകയെ ശക്തമായ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്ന സമൂഹമാക്കി വളർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദേവാലയം ബാഹ്യമായി ഉയരുന്നതോടൊപ്പം ക്രിസ്തീയ സമൂഹം എന്നുള്ള നിലയിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയിൽ നാം വളരുമ്പോഴാണ് ആ ദേവാലയം നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യമായിട്ട് മാറുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം. അതുകൊണ്ട് ദൈവകൃപയാൽ നാം ഇന്ന് തുടക്കം കുറിക്കുവാൻ ആരംഭിക്കുന്ന ഈ പ്രവൃത്തി കർത്താവിന്റെ കൃപയാൽ നന്മയിൽ പൂർത്തീകൃതമാകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഒപ്പം ആവുന്ന പോലെ എല്ലാവർക്കും സഹകരിച്ചുകൊണ്ട് ഈ വലിയ സൽക്കർമ്മത്തിൽ പങ്കാളികളാകുവാൻ ലഭിച്ച ഭാഗ്യം നഷ്ടപ്പെടുത്താതെ അനുഗ്രഹീതമാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. കർത്താവിന്റെ കൃപകൾക്കായി പ്രാർത്ഥിക്കാം. തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ നാം എല്ലാവരും, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും, അവരകലങ്ങളിലാണെങ്കിലും അടുത്താണെങ്കിലും അവരെയെല്ലാം കർത്താവിനോട് ചേർത്ത് നിർത്തുമ്പോൾ നാം എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നവരാകും. അതാണ് കർത്താവിന്റെ പ്രാർത്ഥന, അതാണ് കർത്താവിന്റെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയത്തിൽ ചേർത്ത്, ഈശോയോട് ചേർത്ത് ഈ ദൈവ മനുഷ്യ കൂട്ടായ്മയിൽ വളരുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ആ കൂട്ടായ്മയെ ബലപ്പെടുത്തുവാനാണ് എല്ലാ പ്രവർത്തനങ്ങളും നാം നടത്തുക. ക്രൈസ്തവ സഭ നമ്മുടെ മാതാവാണ്. മാതാവായ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് മക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവം നൽകിയ ദാനങ്ങളെ, ദൈവമക്കൾ എന്നുള്ള ആ വലിയ കൃപാവരത്തെ കൂടുതലായി പരിപോഷിപ്പിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി ജീവിക്കുവാനും വളരുവാനും സാധിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നല്ലവനായ ദൈവം തൻ്റെ തിരുവചനങ്ങളിലൂടെ ഇന്ന് നാം ആരംഭിക്കുന്ന ഈ വലിയ സൽക്കർമ്മത്തിന് നൽകിയിരിക്കുന്ന ഉന്നതമായ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഹൃദയത്തിലും നിലനിർത്തിക്കൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവമായ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നിന്റെ അനുഗ്രഹത്താൽ വിജയപ്രദമാക്കുവാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നന്മയുടെ പ്രകാശം പരത്തിയ അമ്മമാരെ പ്രത്യേകമായി അനുസ്മരിച്ച്, ഈ ഭൂമിയിലെ സ്വർഗത്തിലുമായി നമ്മുടെ അമ്മമാരെ ഓരോരുത്തരെയും അനുസ്മരിച്ച് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം. ദൈവകൃപകൾക്കായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. ദുരാശയോടുകൂടെ കുരിശിൽ തറയ്ക്കാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
കന്യകാശ്രീമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. സഹോദരി, സർഗജയത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടെ ജീവനെഴും തിരുശ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Everybody. We could be a little louder than that. Good afternoon. Thank you. That's my youth right there talking. I appreciate that. As you guys already know, my name is Jeffrey Charadaniel, and I'm the youth trustee here. And we will be your MCs for today's programs. Today we're going in and we're going to be talking about a lot of amazing things. We're going to be doing the foundation for the stone. We're going to be talking about the raffle inauguration. And we're going to have a lot more amazing events with our bishop, of course. And we're just really excited to have you guys here today. But there's a few things that we wanted to touch up upon. First and foremost, of course, it's Mother's Day. So I wanted to take this moment to give a big clap to all the mothers in the crowd. We can't do it without all of your support. So and a special shout out to all our moms out there. This is my mama that's in the crowd right there. So I want to give a little love there. Another thing that I kind of wanted to take a moment to talk about is our youth. The youth that are here, can I get some, can you guys bring me some energy? Can I hear some noise from our youth that's in the crowd? Our young people. Yeah, that's what I love to hear. So just a few things that I would like to talk about in regards to the youth. When they told us to MC, part of that conversation is what this means for our young people building a new church. And, you know, I thought back about my time, you know, when I was in undergrad, you know, first starting. And actually when I first started, you know, the first thing I wanted to do was find the church. And the reason for that, right, is that I thought about this one word, which was home, right, a community. And luckily, you know, when I started at the University of South Florida, I was able to find that college. You know, we had one on campus. And it was something that helped me throughout those years. And I think that that is one of the beautiful aspects of us building this new church, is going and creating that home, that community for our youth. There are so many amazing things that we have planned for this church, including a 24-hour adoration chapel that I know many of our youth are going to utilize to, you know, have that opportunity to pray and focus that relationship with Christ to hopefully, you know, overcome whatever it is that they may be going through, whether it's school, whether it's their career, whether it's life. Having these, you know, community, having this amazing church is something that I know our youth is going to really appreciate, along with, of course, having a little more room for our CCD classes. Tampa Sacred Heart Knanaya Catholic Forane ദേവാലയത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ ഇടം തേടാൻ പോകുന്ന പ്രധാന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന് മെയ് 14, 2023. അടുത്ത വർഷം മുതൽ നമ്മൾ ഈ ദിവസത്തെ കല്ലിട്ട് തിരുനാളായി ആചരിക്കും. നമ്മൾ പലപ്പോഴായിട്ട് വീടുകളുടെ കല്ലിടിയിൽ ചടങ്ങ് കൂടിയിട്ടുണ്ട്. എന്നാൽ സ്വന്തം ഇടവക ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം ഇതിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് കൂടിയിട്ടുണ്ട്? ഒന്ന് കൈ ഉയർത്താവോ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. സ്വന്തം ഇടവക ദേവാലയത്തിന്റെ ശിലാസ്ഥാപനത്തിൽ പങ്കുചേരുക, അതുപോലെ അതിന്റെ
നിർമ്മിക്കാനായിട്ട് അതിന്റെ ഭാഗമായി തീരുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു ദൈവാനുഗ്രഹവും ഭാഗ്യവും ഒരു സുവർണ അവസരമാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് മാത്രമേ ഈ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ ഈ ഒരു കല്ലിടിയിൽ ചടങ്ങ് കൂടാനായിട്ട്. കഴിഞ്ഞ 12 വർഷം മുമ്പ് ഈ ദേവാലയം നമ്മൾ വാങ്ങിച്ചപ്പോൾ അന്ന് മുതലേ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു മനോഹരമായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു നല്ലൊരു ദേവാലയം. അതിനായി കഴിഞ്ഞ ഒരു 1.5-2 വർഷമായി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങുവാണ്. അതിനായി പ്രത്യേക പ്രാർത്ഥനകൾ നമ്മൾ ഉണ്ടാക്കി. കഴിഞ്ഞ 1 മാസമായി പലരും ഉപവസിച്ചു. കഴിഞ്ഞ 1 ആഴ്ച മുമ്പ് നമ്മൾ പ്രത്യേകം പ്രെയർ ലൈൻ ഇതിനായി ഉണ്ടാക്കി. ഈ ഒരു ദിവസത്തെ പരിപാടികളെല്ലാം ഭംഗിയായി നടക്കാനായി. നമുക്കിപ്പോൾ മനസ്സിലായി പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ ഒരു ചടങ്ങിനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇത്ര മനോഹരമായിട്ട് ഇതിവിടെ നടക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുന്ന മറ്റൊരു ദിവസമുണ്ട്. നമ്മുടെ പുതിയ ദേവാലയത്തിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ വിശുദ്ധ കുർബാന. അതായിരിക്കും ഇനിയുള്ള അടുത്ത നമ്മുടെ സ്വപ്നം. അത് എത്രയും വേഗം തന്നെ വന്നു ചേരട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് അഭിമാനിക്കാവുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് വെളിയിൽ നമ്മുടെ ജ്ഞാനായക്കാർ ആദ്യമായിട്ട് പണിയുന്ന ദേവാലയം നമ്മുടെ ഈ പുതിയ സേക്രഡ് ഹാർട്ട് ജ്ഞാനായ പള്ളിയാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. കാരണം മിക്കപ്പോഴും നമ്മളെല്ലാവരും ദേവാലയങ്ങൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അനുസരിച്ച് എല്ലാവരും ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു ഇടവക പള്ളി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ചടങ്ങുകൾ കൂടുതൽ അനുഗ്രഹീതമാക്കാൻ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് പിതാവേ എന്ന് വിളിക്കുന്ന നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നമ്മുടെ മെത്രാൻ മാർ മാത്യു മൂലക്കാട്ട് പിതാവ്, അദ്ദേഹത്തിന്റെ ജൂബിലി വർഷം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ നമ്മോടൊപ്പം ഇതിൽ പങ്കുചേരാൻ സാധിക്കുക എന്ന് പറയുന്നതും നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്നതും അഭിമാനിക്കാവുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. പിതാവിന് ഇതോടൊപ്പം തന്നെ പ്രത്യേക മംഗളങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കൾ അവരുടെ ആത്മീയ ജീവിത വളർച്ച ഉണ്ടാവുന്നത് 2 കാര്യങ്ങളിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്നും സ്വന്തം ഇടവക പള്ളിയിൽ നിന്നും. ഇത് 2 കുടുംബങ്ങൾ തന്നെയാണ്. സ്വന്തം ഭവനത്തിലെ കുടുംബം, ഇടവക എന്ന നമ്മുടെ കുടുംബം. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം. അപ്പം ഈ 2 കുടുംബത്തിൽ നിന്ന് വളരുന്ന ഈ ആത്മീയ വളർച്ച ഇനി മുമ്പോട്ട് ഒരുപാട് ജ്ഞാനായ മക്കൾക്ക് ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഈ പ്രാർത്ഥന അതെല്ലാവർക്കും നമുക്ക് ചെല്ലാം. വീട്ടിലെല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് വിശ്വസിക്കാം, ഈ കുഞ്ഞുമക്കൾ ഉറപ്പായിട്ടും പറയും, കാരുണ്യവാനും സർശക്തനുമായ നല്ല ദൈവമേ, അങ്ങനെ ഞങ്ങൾക്ക് അയച്ചുവരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ദിവസമായ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ഇനിയും അനുഗ്രഹം കൊണ്ട് നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ വിശദീകരിക്കണമേ. പുതിയൊരു ദേവാലയം എന്ന ഞങ്ങളുടെ സ്വപ്നം അങ്ങയുടെ ഹിതമനുസരിച്ച് പൂർത്തീകരിക്കുവാൻ വേണ്ട അറിവും അനുഭവവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യക്തമാണെന്ന് ഞങ്ങൾ അറിയുന്നു. പുതിയൊരു ദേവാലയത്തിനുള്ള തീക്ഷ്ണതയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. സ്നേഹത്തിലും ഒത്തൊരുമയിലും ഇടവക വികാരിയോടൊപ്പം ഏക മനസ്സോടെ പ്രവർത്തിക്കുവാൻ കമ്മിറ്റിക്കാരെയും ഇടവക സമൂഹത്തെയും സജ്ജമാക്കണമേ. അനുയോജ്യരായ കമ്മിറ്റിക്കാരെയും വിദഗ്ധരായ മേൽനോട്ടക്കാരെയും സമർത്ഥരായ തൊഴിലാളികളെയും നൽകി ഈ ഉദ്യമത്തെ വിജയത്തിലെത്തിക്കുവാൻ അങ്ങനെയാകണമേ. അങ്ങയുടെ ആലയം പവിത്രമായി പണിതുയർത്തുവാൻ ത്യാഗങ്ങൾ സഹിക്കുവാനും ഉദാര മനസ്സോടെ സഹായിക്കുവാനും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും സന്നദ്ധരാക്കണമേ. പ്രതിസന്ധികളിൽ തളരാതെ അങ്ങയുടെ കരം പിടിച്ച് ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സംരംഭത്തിൽ സഹകരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാർ തോമാസ് ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവർക്കും ഇരിക്കാം. And now we invite for the welcome speech our fellow trustee, a guy that's done a lot of work for this church. You see him all the time helping with the audio. He's doing a lot of work actually for our youth when we did our masses. Joshmon Tatakolo. So please give a round of applause for Joshmon. Your Excellency, Mar Mati Mulakat, Mr. and Mrs.
Mark Johnson, Mr. and Mrs. Sid Panigregi, Guardian Solar Team, Jeff Grant, Julie, Daniel, our own Vigar, Reverend Dr. Joseph Adopoli, all presenter priests, nuns, my brothers and sisters, boys and girls. First, I'd like to wish all the mothers in attendance a very happy Mother's Day. Today is a monumental day of our community as we break ground and celebrate laying the stones signifying start of our new church construction. We are blessed to have our spiritual leader here to inaugurate this celebration. And with that, I would like to welcome His Grace, Mar Matthew Mulakad, to this celebration. Construction of our new church is headed by architect Mr. Mark Johnson. And we are so pleased to have Mr. and Mrs. Johnson present with us today. I would like to welcome Mr. and Mrs. Johnson to this celebration. Next, I would like to welcome Jeff, Dan, Julie, and Daniel here to representing Guardian Solar, grand sponsor of our rappel. Next, I'd like to welcome Mr. and Mrs. Sid Panigregi, founder of Quality Stone Group. Lastly, I extended a warm welcome to our regard Reverend Dr. Joseph Adopoli, all our other priests, nuns, all of the committee members, and all the present parishioners to this joyous occasion. Knanaya സമുദായത്തിന്റെ ഗോത്രപിതാവ്, അതെ, നമ്മുടെ ആത്മീയ ആചാര്യനായ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂലക്കാട് മാർ മത്തായി മെത്രാപ്പോലീത്തായുടെ മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലിയുടെ അനർഘ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി പിതാവിന് ലഭിച്ച ദിവ്യകൃപയിൽ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഏതൊരു ആത്മീയ ആചാരം നേരിടുന്നതിനേക്കാൾ കൂടുതൽ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മുടെ പിതാവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം നേരിടുവാനുള്ള ദൈവകൃപ അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെത്രാഭിഷേകത്തിന്റെ 25ാം വാർഷികത്തിൽ എത്തി നിൽക്കുന്ന അഭിയന്ത പിതാവിന് ആത്മീയ ജീവിതത്തിൽ ഇനിയും ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇടവകയുടെ ലളിതമായ ഒരു ആദരവ് ഏറ്റുവാങ്ങുവാൻ അഭിവന്ദ്യ പിതാവിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിനായി എല്ലാ അച്ഛന്മാരെയും കൈക്കാരന്മാരെയും സാദരം ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. Our appreciation and our congratulations, okay? Even. നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും സംശയമുണ്ട് പള്ളിയുടെ പുതിയ ദേവാലയത്തിന്റെ പ്ലാൻ എങ്ങനെയാണ്, അത് എവിടെയാണ്, അത് എവിടം വരെ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം എഞ്ചിനീയർ ശ്രീ ജോസഫ് പുട്ടിലിനെ പ്രത്യേകം ക്ഷണിക്കുന്നു. അപ്പോൾ ഇവിടെ സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള അതിന്റെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. പ്രത്യേകം ക്ഷണിക്കുന്നു. Thank you. Your Excellency Matthew Mulakad, distinguished guest, Reverend Father Joseph Adopoli, respected other priests, sisters, dear my brothers and sisters. പൂർവപിതാവായ അബ്രഹാത്തിന്റെ പിൽത്തലമുറക്കാരായ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനം നമ്മൾ ജ്ഞാനായക്കാർ എക്കാലവും അടിയുറച്ച ക്രിസ്തീയ വിശ്വാസികളായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ മാതൃദേവാലയങ്ങൾ ഒരു ജ്ഞാനായക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഒരു സെക്കൻഡ് ഹോമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ജ്ഞാനായക്കാർക്ക് വേണ്ടി ഒരു പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള കല്ലിടിയിൽ കർമ്മം നിർവഹിക്കുന്നതിന് ഇന്നിവിടെ കൂടിയിരിക്കുന്ന താമ്പായിലെ ജ്ഞാനായ സമൂഹം സാക്ഷ്യം വഹിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ
സന്തോഷ സൂചനമാണെന്ന്. ഈ കല്ലിടിയിൽ കർമ്മം നമ്മുടെ സ്വന്തം മാർ മാത്യു മൂലക്കാട്ട് പിതാവ് നേരിട്ടെത്തി നിർവഹിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. പുതിയ പള്ളി ഇവിടെ പണിതുയർത്തുമ്പോൾ നോർത്ത് അമേരിക്കയിലെ ഓരോ ജ്ഞാനായക്കാരൻ്റെയും ആത്മവിശ്വാസത്തിന് തിളക്കം കൂടുകയാണ്. നമ്മൾ വെച്ചിരിക്കുന്ന ഈ കല്ല് നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ അടിസ്ഥാന ശിലയായി മാറട്ടെ എന്നും പണി കഴിപ്പിക്കുന്ന ഈ പുതിയ ദേവാലയം നോർത്ത് അമേരിക്കൻ ജ്ഞാനായ മക്കളുടെ ഒരു സ്വകാര്യ അഭിമാനമായി തന്നെ വരും കാലങ്ങളിൽ നിലനിൽക്കുമെന്നും ഓരോ ജ്ഞാനായക്കാരനും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടതെല്ലാം ചെയ്യുവാൻ, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ജ്ഞാനായ മക്കളെ കലർപ്പില്ലാതെ സംരക്ഷിക്കുവാൻ നമ്മുടെ സഭാപിതാവ് മാത്യു മൂലക്കാട്ട് പിതാവിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമ്മൾ ജ്ഞാനായക്കാർ ഒത്തൊരുമിച്ച് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കാം, സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. Now, let me give you the narrative and report about the building activities so far. In March 15, 2010, we bought this church property. As you all have seen, the Tampa community has grown tremendously since that time. Every year, many new members are moving to the Tampa area, and our Knanaya community will continue to grow. Our current church is no longer sufficient to accommodate everyone during our main church events. Because of this, the church committee decided to do a feasibility study for a new church building in 2021 and decided to move forward with a new church building project. On February 1st, 2022, we got zoning approval for 18,000 square feet church building from Hillsborough County. Then, with the help of our own Knanaya architect in New York, Mr. Abhilash Koitra, we made a preliminary design of the church. Then we contacted Mr. Mark Johnson for a final design. Mr. Johnson is a senior architect here in Tampa, who graduated from Georgia Tech in 1977. As you know, Georgia Tech is one of the top engineering schools in the US. He comes with over 46 years of experience as an architect. Mr. Johnson is with us right now. Mr. Johnson and his wife is with us right now. And it is my pleasure to introduce Mr. Johnson and his wife Linda to you. Please. Thank you, Mr. Johnson, for all your help. Is dedicated for church building and 1,500 square feet for mezzanine. Total depth of our church is 150 feet with 80 feet width at the entrance and 150 feet width at the altar side. One of the unique features of our new church is that we will have a perpetual adoration chapel. Having a continuous adoration area will help with the spiritual journey for all age groups. I understand that one of the concerns of the building the church is in regard to parking. I would like to assure you all that we will have adequate parking once the church is complete and all the mobile homes from this property have been removed. As you know, we will have to design in the interior of the church within a couple of months. Only then will we be able to send this project for a public bidding process to
to start construction. I would like to, as a building chairman, I would like to appreciate Father Dr. Jos Adapalil, Father Jos Puchakandatil, Father Jijo Nellikandatil, and sisters, building committee conveners, trustee, all our building committee members, and the Answers Group Architect Kottayam for their overwhelming cooperation in designing our new church building. Finally, none of this would not have been possible without the continual prayers and support from our own parish members. As it is stated in our daily prayer, Psalm 137:1, unless the Lord builds the house and the builders labor in vain. The grace of God will truly be vital for the success of this project, and we should continue to offer our prayers and intentions to God for a victorious completion. Thank you all. So, as you guys are watching the video, I am going to invite Bijoy Mushari Parangal to the stage. Thank you, Jeff and Forane. Good afternoon, everyone. Your Excellency, Matthew Morakad, our Father Joseph Adapalil, Assistant Vicar, our distinguished guests, sisters, and my dear friends, and our dear children. The job interested in me is to give an update on the financial status and financial planning. As you all know, that our budget for this church is $3 million, and we have designed 3 phases for our fundraising for this $3 million. First phase is through receiving pledge from our member parishioners, and the families, they took the pledge forms, they filled out, and they have 5-year time window, and they can even pay in 5 installments. So we have total 310 families, registered families here in this church, and out of 310, 273 families gave us pledge and check in check form or CAT form. Total of $1.5 million worth pledge we received so far, and 14 families, another 14 families agreed to support when the construction begins and it progress. 8 families already made their pledge commitment completed, and as of now, amount we received in 2021 and 2022 is $247,293, and in 2023 we received $114 and $420. So total, the cash we received in 2021, 2022, and 2023 until this time is $361,713 we received. So we have about 20 to 25 families left out there. We try to reach out to them, and we will keep reaching out to them until we meet them and get some, at least our pledge or check. And the second phase is through our CCD students. We all know that the church is for our next generation, and we cannot do anything without their help and cooperation. They are the very most integral part of our church. So we designed for them to have piggy bank boxes, and we made and we sent out about 160 piggy bank boxes to our CCD students. They start working on it, filling up, and some of the students, they already started returning,
full boxes and took new boxes again. So there will be students keep in mind that by the time we bless the church, 3 students who are able to raise the most amount through their piggy bank collection will be awarded and recognized. And the third phase is to our raffle tickets. That's what we are inaugurating today. The first prize for a raffle ticket is a Toyota Camry car. That's worth about $30,000. And second prize is iPhone. That's for 5 winners. Third prize is iPad Pro. That's also for 5 winners. So our target or our goal is to raise through the raffle ticket is $1 million. Each ticket is $100. Each we made them in booklets. Each booklet has 10 tickets. We made about 1,000 booklets. That means 10,000 tickets is worth $1 million. We do not want to sell the tickets to our own families because we already got pledges and checks, and we are expecting bigger checks from them, from our parishioners. But we need your help, all of your help, to sell the tickets to our friends, families, people whom we know, people whom are in our contact, and our brothers and sisters out of town, out of state. So we need all your help to sell them out. We have 300 families roughly, and if every family can help us to sell 3 booklets, we will reach our goal easily. Then again, by the grace of God and our hard work, using our contact and our connections, we are able to find 1 grand sponsor and 2 sponsors for our raffle prizes. So Mr. Kishore Pattaparambil, he is our trustee and he is the chairperson on the financial side. It was his tireless work. He found our grand sponsor. So let me welcome Mr. Kishore to introduce our grand sponsor as well as sponsors. Thank you. Thank you. Thank you very much, Bijoy. Mark Matthew Mulakat, His Excellency, respected priests, sisters, and distinguished guests, and my dear friends. The owner of a solar company called Guardian Solar I met him very recently, probably 2 years ago. He's one of my customers, and I was kind of hesitant to ask him for a big sponsorship. But I took my chances. I asked him only once, and the word, I won't forget this, he said, "I'm in." And this is how miracles happen, and this is how God's work happens. And at this time, before I introduce the 3 representatives, Danny always surprises me. He said he was going to send 1 person, and I have 3 people here representing Guardian Solar. And thank you, all 3 of you, for coming out here. And I want to call their names. They're Jeff Grant, Julie Beseha, and Daniel Massad. They're the 3 that's representing the company. And without further ado, I'm going to invite Jeff Grant to the stage to say a couple words. Come on. Thank you. Thank you. First of all, I just want to thank everybody for making us feel so welcome today at your church. At the risk of sounding redundant, I'd like to wish everyone out there a happy Mother's Day, particularly the mothers out there. So, happy Mother's Day. So, a little bit about our company. Guardian Solar is one of the longest tenured renewable energy installers in Central Florida. We've been in business for a little over 15 years now. So, by a show of hands, how many of you have started seeing these solar panels kind of popping up on different roofs in your neighborhood? And by a show of hands, how many of you are somewhat familiar with what these solar panels do?
And I know I saw a few Teslas out in the parking lot today, so I figure there's probably some familiarity. But don't worry, this isn't going to turn into any type of educational lecture or seminar. I'm just going to tell you just a little bit about our company and what it is that we do, and kind of what our goal is as a company. So one thing that we see really just across the U.S. right now, we're seeing a lot of, is a word that most of us don't like to hear, and that's inflation. You see inflation in gas prices, you see inflation, you see up until recently eggs costing 3 times what they did before. So one of the kind of biggest kind of sources of inflation that we've been seeing is in utilities. So most of you probably, based on where we are, TECO is probably your electric company. So one thing that you've noticed, or some of you just kind of pay your bill and throw it away, haven't noticed, is that TECO keeps on raising your rates more and more and more and more. So like for example, I know TECO raised your rate again 10% in April. So really, if you're wondering, why am I seeing all these panels kind of popping up in my neighborhood? It's because really what the solar gives you the ability to do is it gives you the ability to produce your own energy at a lower fixed cost and also own your electric as well. So basically one way or another, you're going to have to pay for power. So the reason why you've seen solar gain so much popularity, not just here but across the United States, is it's an alternative that gives you the ability to produce your energy and really put a stop to inflation. It gives you the ability to produce your energy at a fixed cost. So with that, I'm sure some of you have looked into this in the past. Some of you may already even have these panels on your home. But obviously, as you know, we've already started working with the church. Obviously, donating the car for the raffle. We want to continue to help you though. So a couple of things that we want to do is, number one, is if anyone here today does have interest or even just wants to learn more about it, we want to come out and sit with you and give you the option to purchase a system at a wholesale rate. So even if you've looked into it before and maybe it seemed too expensive, or maybe the numbers didn't make sense, a lot of times it's because there is a lot of markup in these products. So one thing that we want to do is everybody here today, we want to give you that option. In addition, and really this is something that will be a surprise, we haven't even really mentioned this yet, we want to continue to help you with your fundraising. So another thing that we also want to do is that for any system that we install, and this is for each and every one, we're going to donate another $500 for every single system. So from what I understand, there's about 400 here today. So if just half of you decide that this makes sense for you, obviously we only want you to do this if it makes sense for you, but that's going to be raising another $100,000 for the church. So we have a sign-up sheet that I think originally we were going to pass around, but I think we're just going to leave it. So this is just simply for information. So at the end of the day, solar doesn't always make sense for everybody. So obviously we want this to be something that makes sense for you. Number one is you do need to own your home. But in addition, even if you don't own your home, if you know of, again, a friend, a family member, a neighbor who you think this would make sense for, again, any system we install that came from the church network, we're going to donate $500. So we'll leave the sign-up sheet where basically the information that we need is really just your name, phone number, in the notes section, if you would like to put your address. That way we can kind of take a look at the home beforehand, and again, we gotta make sure the home's getting enough sun. So honestly, if your house is covered in trees, this probably doesn't make sense for you. But we're gonna leave the sign-up sheet. And then again, this is just
for someone from Guardian or representative of Guardian to come out and just to give you the information. From there, we'll see if it's a good fit for you. If it does, we're going to install the system at a wholesale rate. And again, for every single system we install, we're going to donate another $500 to the church. So again, thank you for your time. Thank you for making all of us feel so welcome today at your beautiful church. And again, happy Mother's Day. Thank you very much, Jeff. At this time I'm going to speak in Malayalam, so forgive me. ഇവർ ഈ കമ്പനിക്കാരെന്നെ ഓരോ മൂമെൻറ്റിൽ സർപ്രൈസ് ചെയ്യുവാണ്. ഈ $500 ഓഫർ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവർ പറയുന്നത്. എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. So this $500 offer I wasn't aware of, and I'm very happy and thankful that we select you as our brand sponsor. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് സോളാർ പിടിപ്പിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. What they're offering is they're going to give you the best price. So look around, search, get some quotes, and then you call them. Okay, so when you call them, the price they're going to give you is the best price. So no bargaining on that price. But I hope that everybody sitting here, if you decide to do a solar, please give them a chance. And we also have two other sponsors. We have Sabu Lucas, he's sponsoring the Sabu Lucas, and Lindo Jolie, they're sponsoring the iPhones and the iPads. And our first raffle ticket is going to be handed to Sid, who's sitting in the front. He's waiting anxiously with his wife to take that first ticket and give us the big money. So without further ado, I'm going to invite His Excellency Bishop Mar Matthew Mulakad to come up and say a few words and inaugurate our raffle ticket. ദേവാലയ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങളിലായിട്ട് വളരെയേറെ നിങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നാട്ടിലെ ഒരു വീട് പണിയാൻ നമുക്ക് അധികം ഒരുക്കം ആവശ്യമില്ല. ഇങ്ങനെ പൈസ ഉണ്ടാക്കി പണിയാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ എല്ലാ നിയമങ്ങളും പാലിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങൾ, പ്രിപ്പറേഷൻസ് എല്ലാം നടത്തി ആവശ്യമായ അനുവാദങ്ങളെല്ലാം വാങ്ങി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വളരെ മുന്നോട്ട് പോയി എന്നതിൽ സന്തോഷമുണ്ട്. ഇതിൻ്റെ ടീമിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം they have done a lot of work already, and now we can go ahead with great confidence and proceed with the construction of the church. That's a very important thing. Secondly, they have found out these sponsors, they are willing to help us. Already they have offered something, and moreover, every family which takes part in the solar program, they have offered $500 for the church. That was another thing. അതിൽ സാധിക്കുന്നവരെ പങ്കുചേരുക. അപ്പോൾ നമുക്കും സോളാറിൻ്റെ ഉപയോഗം കിട്ടുകയും ചെയ്യും, പള്ളി പണിക്ക് അല്പം കൂടി ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യും. ഏതായിരുന്നാലും വിവിധ രീതികളിൽ ഫണ്ട് റേസ് ചെയ്ത് വേണം നമ്മുടെ പള്ളി പണി പൂർത്തിയാക്കുവാനായിട്ട്. അതിനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ലോട്ടറിയിലെ റാഫിൾ സിസ്റ്റമുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടിലൊരു പരസ്യമുണ്ട്. ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ വിൽപ്പനയാണ്. ഒരാളൊന്ന് ടിക്കറ്റ് വിൽക്കാൻ ചോദിക്കുമ്പോഴത്തേക്ക് വേണമെന്ന് പറയും. അപ്പോൾ അയാൾ പറയും, സാറേ ഇത് കാരുണ്യാണ്. എന്താണ് കാരുണ്യം? ഇത് സാറ് ടിക്കറ്റ് ലോട്ടറി കിട്ടിയാലും ഇല്ലെങ്കിലും സാറ് ഇതിൻ്റെ ഒരു ഭാഗം ഈ ക്യാൻസർ രോഗം പോലെ ബുദ്ധിമുട്ടുന്ന ആളുകൾ കൊടുക്കാനുള്ളതാണ് എന്ന് പറയും. അപ്പോൾ അവർ സന്തോഷത്തോടെ എടുക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ റാഫിൾ സിസ്റ്റം സമ്മാനം കിട്ടാൻ ആഗ്രഹിക്കുന്ന നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ വലിയ സമ്മാനം ദേവാലയ നിർമ്മാണത്തിൽ പങ്കാളികളാകാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നിങ്ങൾ ഈ ലോട്ടറി ടിക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ആയിട്ട് ഇത് കൊടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിജയം നേടുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ദേവാലയ നിർമ്മാണത്തിന് നിങ്ങളുടേതായിട്ടുള്ള സംഭാവന നൽകുന്നുണ്ട്. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളെയും ഗുണകാംക്ഷികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് കൂടി സഹകരിക്കത്തക്ക രീതിയിലുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അത് ഏറ്റവും ഫലപ്രദമാക്കുവാനായിട്ട് എല്ലാവരും ചേർന്ന് സഹകരിക്കുക, including small children. You can also take part in this program, sell the tickets and contribute to the construction of the church. So appreciating all those works that have already been done and encouraging that has to be done, I hope this work will proceed very easily and God will bless you with a very beautiful and worthy church for the Forane parish. So thank you very much.
എല്ലാവരും ഒന്ന് കൈയടിക്കുക. ഫണ്ടേഴ്സിംഗ് റാഫിൻ്റെ ആദ്യത്തെ ടിക്കറ്റാണ് പിതാവ് കൈമാറുന്നത്. അപ്പോൾ അതിനുള്ള ചെക്ക് ഇപ്പോൾ പിതാവിന് കൈമാറുകയാണ്. ആദ്യത്തെ ടിക്കറ്റിന് സ്പോൺസർ നൽകുമ്പോൾ $3000 ഈ ഒരു ടിക്കറ്റിന് അവർ നൽകുന്നത്. ഒരുപാട് നന്ദി. നമുക്കറിയാം ഇതിന് കിട്ടുന്ന ഓരോ പൈസയും കൃത്യതയോടെ കണക്ക് സൂക്ഷിക്കുന്ന ഒരാൾ നമുക്കുണ്ടാരാ, തൊട്ടിയില്ല സ്റ്റീഫൻ ചേട്ടൻ അല്ലേ? സ്റ്റീഫൻ ചേട്ടൻ സോ താങ്ക് യു വെരി മച്ച്. നമ്മളിനി നമ്മളുടെ ഇതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ കുടുംബങ്ങളാണ് എല്ലായിടത്തേക്കും ഇത് വിൽക്കേണ്ടത്. ഇത് വിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന 2-3 പേര് നമ്മൾ പള്ളി വെഞ്ചിനോടനുബന്ധിച്ച് നമ്മൾ പ്രത്യേക സമ്മാനം നൽകുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ബുക്കുകൾ വിൽക്കാൻ ശ്രമിക്കുക. ആ കുടുംബത്തെ പ്രത്യേകം ആദരിക്കുകയും ചെയ്യും. എല്ലാ വീടുകളിലേക്കും ഇത് എത്തുക എന്ന സൂചനയോടുകൂടി തന്നെ ഓരോ വാർഡിനെയും പ്രതിനിധിക്ക് നമുക്ക് 11 കൂടാര യോഗങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ കൂടാര യോഗത്തിൻ്റെയും ഒരു പ്രതിനിധിക്ക് നമ്മൾ ഓരോന്ന് ഇപ്പോൾ അഭിമന്യ പിതാവ് കൈമാറുകയാണ്. സെന്റ് മേരീസ് കൂടാര യോഗത്തിൻ്റെ പ്രതിനിധി നിതിൻ, പ്രസിഡന്റ് നിതിൻ പുത്തമ്പുരയ്ക്ക്, പ്ലീസ് കം ആൻഡ് റിസീവ്. ഒന്ന് കൈയടിച്ചേ, തീർച്ചയായിട്ടും അവാർഡിന് വേണ്ടിയാണ്. സെന്റ് തോമസ് കൂടാര യോഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിനുവോൻ പച്ചിലമാക്കിൽ, പ്രസിഡന്റ്. സെന്റ് ക്ലൗഡ് കൂടാര യോഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് അനിത തെക്കനാട്ട്. സെന്റ് ആന്റണി കൂടാര യോഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സെക്രട്ടറി മേഴ്സി പുതുശ്ശേരി. ലിറ്റിൽ ഫ്ലവർ കൂടാര യോഗത്തിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് സ്റ്റെവി വെളിമറ്റത്തിൽ. സെന്റ് മൈക്കിൾ കൂടാര യോഗത്തിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് തോമസ് ആക്കിൽ കൊട്ടാരം. സെന്റ് ജോസഫ് കൂടാര യോഗത്തിനെ പ്രതിനിധീകരിച്ച് വാർഡ് പ്രതിനിധി, വാർഡ് റെപ്രസെന്റേറ്റീവ് ജിസ് നെടുന്തുരുത്ത്. ഓൾ സെയിൻസ് കൂടാര യോഗത്തിന്റെ പ്രതിനിധിയായിട്ട് സെക്രട്ടറി ബെൻസി മാക്കി. ഹോളി ഫാമിലി കൂടാര യോഗത്തിന്റെ പ്രതിനിധിയായിട്ട് ജോളി വെട്ടുവാറപ്പുറത്ത്. സെന്റ് പോൾ കൂടാര യോഗത്തിന്റെ പ്രതിനിധിയായി കിഷോർ വട്ടപ്പറമ്പിൽ, പ്രസിഡന്റ്. സെന്റ് ജസ്റ്റിൻ കൂടാര യോഗത്തിന്റെ പ്രതിനിധി പ്രസിഡന്റ് അലക്സ് കണിയാപറമ്പിൽ. ഇത് അവർക്കുള്ള, ആ ഫാമിലിക്കുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ നൽകിയത്. പള്ളിയുടെ ഓഫീസിൽ നിന്ന് അതാത് കുടുംബത്തിൽ ഓരോ കുടുംബവും അറ്റ്ലീസ്റ്റ് 2, ഇവിടെ ബിജോയ് സൂചിപ്പിച്ച 3 2 ബുക്കെങ്കിലും നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കൊടുത്താൽ നമുക്കറിയാം 5 ലക്ഷത്തിൽ കൂടുതൽ അങ്ങനെ തന്നെ കിട്ടും. നമുക്ക് മറ്റു പള്ളികളിലേക്കും ഒക്കെ നമുക്ക് നൽകാം. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കല്ലിടൽ കർമ്മത്തിലേക്ക് നമ്മൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ്. അതിനു മുൻപ് നമ്മുടെ ജനറൽ കൺവീനർ, ഈ പ്രോജക്റ്റിന്റെ ജനറൽ കൺവീനർ റെനി ചെറുതാനി ഒരു കൃതജ്ഞത അർപ്പിക്കും. അതേ തുടർന്ന് എല്ലാവരും ഹാപ്പിയല്ലേ? ദൈവം നമ്മളെ എന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവ് നമുക്ക് വേണ്ടി ഇവിടെ വന്ന് പിതാവിൻ്റെ ഈ ജൂലി വർഷത്തിൽ താമ്പാക്കാർ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് പിതാവ്. ആദ്യമായിട്ട് നമ്മളൊരു പള്ളി കേരളത്തിന് വെളിയിൽ പണിയാണ്. അതിന് ദൈവം നമ്മളെയാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. എനിവേ ലെറ്റ് മീ താങ്ക് എവരിബഡി. ആദ്യമായിട്ട് പിതാവ് ഇവിടെ വന്നതിനും ഈ നല്ലൊരു ഇതിൽ പങ്കെടുത്തതിനും ആദ്യമായിട്ട് പിതാവിന് നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ സ്പോൺസേഴ്സായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും, സിഡ് ആൻഡ് സോളാർ കമ്പനി, റാറ്റടെക്,
I thank you very much. Thank you for coming in and being part of it. Right? And ഈ നമ്മുടെ ഈ പള്ളിപ്പണിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുകയും ഇതിനു വേണ്ടി ഒത്തിരി സമയം ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥനയിൽ നമ്മുടെ ഹണി, നമ്മുടെ പഴുക്കായൽ സബീന, അങ്ങനെ ഒത്തിരി പേരുടെ പേര് പറയാനുണ്ട്. പക്ഷേ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ പള്ളിയാണ്. അച്ഛൻ ഇവിടുന്ന് നമ്മളെ സഹായിച്ച് നമുക്ക് പള്ളി പണിതിട്ട് അച്ഛൻ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇത് നമ്മുടെ പള്ളിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പള്ളിയാണ്. സോ നമ്മളെല്ലാവരും ഇതിൻ്റെ അകത്ത് പാവാക്കളാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. ഈ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കാതെ വികാരിയച്ഛനോടോ ഇതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. സോ അവിടുന്ന് ഇവിടുന്ന് കേട്ട് നിങ്ങൾ നിരുത്സാഹപ്പെടരുത് എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ ഇതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും പല രീതിയിലും സാമ്പത്തികമായിട്ടും പ്രാർത്ഥനയിലും എല്ലാം ഹെൽപ്പ് ചെയ്ത് എല്ലാവരെയും ഞാൻ വളരെയധികം നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. പിന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ്, നമ്മുടെ ജോസ് കൂട്ടിൽ ഈ ലോഡ് ഓഫ് വർക്ക്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഹീസ് ഇൻ ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതുപോലെ ഓരോരുത്തരും കിഷോർ, നമ്മുടെ ബിജോയ്, നമ്മുടെ തോമസ് കുട്ടി എല്ലാ ബുധനാഴ്ചയും ലേക്ക് ലാൻഡിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ വരും. എല്ലാ എത്ര അകലെ താമസിക്കുന്ന തോമസ് കുട്ടി. അതുപോലെ നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ സ്റ്റീഫൻ ചേട്ടൻ എന്ന് പറയുന്നത് പൈസയുടെ കാര്യത്തിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ പൈസ വളരെ സുരക്ഷിതമായിരിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളും ഏത് രാത്രി ചോദിച്ചാലും സ്റ്റീഫൻ ചേട്ടൻ ഈസ് റെഡി. അതുപോലെ നമ്മുടെ സാബു കൊണ്ട് ജോസ് മോഹൻ, എൻ്റെ രാജീവിൻ്റെ കാര്യം ഞാൻ എപ്പോഴും മറന്നു. രാജീവാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് കംപ്ലീറ്റ് ചുക്കാൻ വലിക്കുന്നത്. എനിവേ ഹി ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. എനിവേ നമ്മുടെ എല്ലാ എൻ്റെ ഹൃദയങ്ങൾക്ക് നന്ദി. ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ റോണിയ, ജെഫ്രി, എവരിബഡി, താങ്ക് യു വെരി മച്ച്. മുന്നോട്ട് കയറി വരിക. പൈസ ഉണ്ടെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ പേടിക്കൊന്നും വേണ്ട. നമുക്ക് നിൽക്കുന്നവർ തന്നെ വന്ന് പിതാവിൽ നിന്ന് ആശീർവാദം വാങ്ങുക. ഞാൻ കുർബാനയ്ക്ക് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ റെസ്പെക്റ്റ് അഭിമന്യ പിതാക്കന്മാരോട് കാണിക്കുന്നത് പിതാക്കന്മാരുടെ മോതിരം ചുംബിച്ചുകൊണ്ടാണ് ആശീർവാദം വാങ്ങുന്നത്. നമ്മളത് പണ്ട് മുതലേ കണ്ടുപഠിച്ചതാണ്. അപ്പോൾ അതൊരു റെസ്പെക്റ്റായിട്ട് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ വികാരി എന്ന നിലയിൽ ഞാൻ ഈ ഒരു പ്രോജക്റ്റിന് $3000 ഓഫർ ചെയ്തിരുന്നു. 1000 കഴിഞ്ഞ് ക്രിസ്മസിന് കൊടുത്ത് ബാക്കി 2000 ഇപ്പോൾ പിതാവിനെ ഏൽപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ ഓരോരുത്തർ കമ്മിറ്റിക്കാരും എല്ലാവരും മുന്നോട്ട് വരിക. സൈഡ് ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങി പോകരുത്. ഒരു 10 മിനിറ്റിൻ്റെ പ്രാർത്ഥനയുള്ളൂ കല്ലടിയിൽ. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണവുമുണ്ട്. പിതാവ് എല്ലാവരും പോരുക. എല്ലാവരും നിരയായിട്ട് വന്നുകൊള്ളുക, കൈമുത്തുക. പൈസ ഉണ്ടെങ്കിൽ മാത്രം കൂടെ പേടിക്കണ്ട. സൈഡിൽ ഡോണ്ട് വറി, നോബഡി വിൽ ലുക്ക് ദാറ്റ്.
കല്ലിടുന്ന പന്തലിന്റെ അടുത്ത് അതിന് മുൻപിലായി എല്ലാവരും നിൽക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മനുഷ്യനിർമ്മിതങ്ങളായ ദേവാലയങ്ങളിൽ സന്തോഷപൂർവ്വം വസിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ സ്തുതിക്കായി ഒരു ദേവാലയം പണിയുന്നതുവരെ വിശ്രമിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ദാവീദിന്റെ ചൈതന്യത്തോടുകൂടെ ഞങ്ങൾ ചെയ്യുന്ന ഈ പരിശ്രമത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. എല്ലാവരും റിപ്പീറ്റ് ചെയ്യേണ്ടത്:
കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കൊഴിവ് നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലം കൊണ്ടോ മാത്രം ഫലമില്ല. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ജോലി യഥായോഗ്യം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ദേവാലയ നിർമ്മിതിക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചിട്ടുള്ളവരെയും സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്ന ഈ സ്ഥലത്ത് അങ്ങ് സന്തോഷപൂർവ്വം വസിക്കണമെന്നും അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിനായി നിർമ്മിക്കപ്പെടുവാൻ പോകുന്ന ഈ ദേവാലയത്തിന്റെ അടിസ്ഥാന കല്ലിനെ അങ്ങ് ആശീർവദിക്കണമേ. ഈ കല്ലിന്മേൽ ഉയർന്നു വരുന്ന പരിശുദ്ധമായ ദേവാലയം പാപികൾക്ക് പശ്ചാത്താപവും ദുഃഖിതർക്ക് ആശ്വാസവും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. പൂജ്യമായ ഈ സ്ഥലം ഉറപ്പുള്ള വിശ്വാസത്തിന്റെയും നിസ്വാർത്ഥമായ പരസ്നേഹത്തിന്റെയും യഥാർത്ഥമായ ദൈവാരാധനയുടെയും ഉറവിടമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാ ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. നൃപനാം മിശിഹാ കർത്താവേ, നിത്യപിതാവിൻ പ്രിയസൂനോ, മർത്യകുലത്തിൻ രക്ഷകനേ, ദിവ്യാനുഗ്രഹമേകണമേ. നരനുടെ നിലവിളി കേട്ടവനെ, നരനെ തേടി അണഞ്ഞവനെ, കനിവു നിറഞ്ഞൊരു നല്ലിടയാ, ദിവ്യാനുഗ്രഹമേകണമേ. മർത്യശരീരമെടുത്തവനെ,
മർദ്ദനമേറ്റു മരിച്ചവനെ, മഹിമയിൽ വീണ്ടും ഉയർത്തവനെ, ദിവ്യാനുഗ്രഹമേകണമേ. പാപം പൂട്ടിയ നാഗത്തിൻ പാവനവാതിൽ തുറന്നവനെ, മാനവനാശ പകർന്നവനെ, ദിവ്യാനുഗ്രഹമേകണമേ. അധ്വാനിച്ചു വരഞ്ഞവനും ഭാരമെടുത്തു കുഴഞ്ഞവനും സാന്ത്വനമരുളിയ ഗുരുനാഥ, ദിവ്യാനുഗ്രഹമേകണമേ. മർത്യനു നേർവഴി കാട്ടിടുവാൻ, ഹത്തലകറ്റി നയിച്ചിടുവാൻ, കൂരിരുൾ നീക്കിയുദിച്ചവനെ, ദിവ്യാനുഗ്രഹമേകണമേ. പുതിയൊരു കൽപ്പന നൽകിടുവാൻ, പുതിയൊരു ജീവനുണർത്തിടുവാൻ, ധരണിയിൽ വന്നു പിറന്നവനെ, ദിവ്യാനുഗ്രഹമേകണമേ. ദിവ്യ ശരീരം ഭോജനമായി മാനവനേകിയ ദൈവസുധ, കരുണാനിധിയാം കർത്താവേ, ദിവ്യാനുഗ്രഹമേകണമേ. വിനയത്തിൻ തിരുദർപ്പണമേ, ഞങ്ങളിൽ കനിയേണമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വാത്സല്യത്താലും കാരുണ്യത്താലും അങ്ങയുടെ മഹത്വത്തിനായി ദേവാലയം നിർമ്മിക്കുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അസാധ്യമല്ല എന്ന ബോധ്യത്തോടുകൂടി ഈ ദേവാലയ നിർമ്മാണത്തിൽ പൂർണ്ണമായി സഹകരിക്കുവാനും ഇതിന്റെ നിർമ്മാണം അങ്ങയുടെ ഹിതപ്രകാരം പൂർത്തീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇതിനായി അധ്വാനിക്കുന്നവരെയും ഇതിൽ സഹകരിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും അങ്ങയുടെ കൃപയാൽ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ അനുഗ്രഹവും അങ്ങയുടെ വാത്സല്യവും നിരന്തരം പരിപാലനയും നൽകി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, പ്രത്യേകമായ നന്ദി ഞാൻ പിതാവിന് അർപ്പിക്കുകയാണ്. ഒരു കൈ കൊടുത്ത് ഈ തോരണം കെട്ടിയിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ പുതിയ പള്ളിയുടെ ബൗണ്ടറി. ഏറ്റവും പുറത്തെ ഭിത്തിയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും വീതിയും നീളത്തിലുമാണ് നമ്മുടെ പള്ളി വരിക. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ തോരണങ്ങൾ കെട്ടിയത്. കല്ലിട്ടപ്പോൾ 2 കല്ലാണ് കുരിശോട് വെച്ചിരുന്നത്. അതിൻ്റെ നടുക്ക് വെച്ചത് ഇന്ന് രാവിലെ നമ്മുടെ പ്രെയർ ഗ്രൂപ്പുകാർ ഈ പള്ളി സ്ഥലം മുഴുവൻ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ച് സങ്കീർത്തനങ്ങൾ ചൊല്ലിയ പേപ്പറാണ് അതിനിടയിൽ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം കുരിശ് രൂപങ്ങളുമൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് ഉറച്ച പാറ തന്നെയാണ്. നല്ല ഭംഗിയായി നമ്മുടെ സ്വപ്നം 2024 ഒക്ടോബറിലെ പെരുന്നാള് പുതിയ ദേവാലയം ജോസേട്ടൻ എന്നെ നോക്കുന്നുണ്ട്. എങ്ങനെ പറയാതെ പക്ഷേ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാകും. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ അത് ആസ്വദിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെയും ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഭക്ഷണപദാർത്ഥങ്ങളെയും ആസ്വദിക്കണമേ. മകനീയനായ പിതാവെ, സ്വർഗീയ വിരുന്ന് ഞങ്ങളെയും പങ്കുകാരാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ശിവംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിക്കുക. എല്ലാവരും ഭക്ഷണത്തിലൊക്കെ കഴിച്ച് സന്തോഷത്തോടെ വേണം പോകുവാൻ. പിതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാവരും ഒന്നിച്ച് ഇങ്ങോട്ടൊന്ന് വരണം. പിതാവിൻ്റെ കൂടെ നമുക്കൊന്ന് ഒരു ഫോട്ടോ എടുക്കാം. അത് ബാക്കിയുള്ളവരും സാധിക്കുന്നത്. ഭക്ഷണം അവിടെ വിളമ്പാൻ തുടങ്ങിക്കൊള്ളുക. ഫുഡ് എല്ലാവരും അത് പങ്കെടുക്കുക. യൂണിഫോമിലൊക്കെ ഇന്ന് വന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒരിക്കലും അച്ഛൻ്റെ സാന്നിധ്യത്തിനും പ്രത്യേകമായ നന്ദി. താങ്ക് യു സോ മച്ച്.